ഹായ് ഡിയേഴ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലച്ചുവിന് 7ാം ക്ലാസ്സിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ ഇന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ലച്ചുവിന് 7ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ടീച്ചറുടെ മെസ്സേജ് ഇന്നലെ ഉണ്ടായിരുന്നു, കുട്ടികൾക്കുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കൂളിൽ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ലച്ചും കൂടെ സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബുക്കും യൂണിഫോമും ഒക്കെ കിട്ടി. നമുക്ക് യൂണിഫോമിന് നമുക്ക് ക്യാഷ് കൊടുക്കണം. നമുക്ക് ബുക്കൊക്കെ ഫ്രീ ആണ്. സ്കൂളിൽ നിന്ന് ബുക്കിനൊന്നും നമുക്ക് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 7ാം ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടി. ഇനി ഇതൊന്ന് പൊതിഞ്ഞു വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ലച്ചുവിനേക്കാൾ വലിയ ആഗ്രഹമാണ് കേട്ടോ ഈ പുസ്തകങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് അതിൽ പേരൊക്കെ എഴുതി നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് അങ്ങനെ ഭംഗിയാക്കുക എന്നുള്ളത് ലച്ചുവിനേക്കാൾ എനിക്കാണ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ലച്ചുവിന് എന്തായാലും ട്യൂഷനൊന്നും ഇപ്രാവശ്യം ചേർത്തുന്നില്ല, ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കുന്ന ആൾ ആദ്യം നോക്കണമല്ലോ എങ്ങനെയുണ്ട് ടെക്സ്റ്റ് ബുക്ക്, നമുക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, നമുക്കൊക്കെ മനസ്സിലാവുന്ന തരത്തിലാണോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാ ചാപ്റ്ററുകളൊക്കെ ഒന്ന് നോക്കി, കുഴപ്പമില്ല, നമുക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചാപ്റ്ററുകൾ തന്നെയാണ്, എളുപ്പം തന്നെയാണ്. അപ്പോൾ ലച്ചുവിന് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. സ്കൂൾ പൂട്ടിയിട്ട് നമുക്ക് റിസൾട്ട് വന്നത് മുതൽ 7ാം ക്ലാസ്സിലേക്ക് ആയി. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലെ മാത്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അവൾ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റർ സബ്ജക്റ്റിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ഇനി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സീരിയസ് ആയിട്ട് ഇരിക്കണം. ഒരു ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും അവളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കണം. കാരണം വെക്കേഷൻ ഇപ്പോൾ കഴിയാറായിരിക്കണം. നമ്മൾ കുട്ടികൾക്ക് ആദ്യമേ നമ്മൾ ആ ചാപ്റ്ററൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ആ ചാപ്റ്ററൊക്കെ കാണുമ്പോൾ ഒന്ന് എളുപ്പമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് മുൻപ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതിനേക്കാൾ മുൻപ് റിസൾട്ട് വന്ന ഉടനെ തന്നെ ആ സമയത്തൊക്കെ ഞാൻ അവൾക്ക് 7ാം ക്ലാസ്സിലെ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം 6ാം ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ് 7ാം ക്ലാസ്സിലുള്ളത്. പക്ഷേ കുറേ ദിവസം കുട്ടികൾ ഒരു ബുക്കിനോടൊന്നും ടച്ച് ചെയ്യാതെ ഫുള്ള് എൻജോയ് ചെയ്തിരിക്കുകയാണല്ലോ ഈ ഒരു വെക്കേഷൻ. അപ്പോൾ ഞാൻ പഠിപ്പിച്ച് തുടങ്ങി നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവൾക്കത് ഭയങ്കരമായിട്ട് ഈസിയായി. ഫസ്റ്റ് ചാപ്റ്റർ അവൾ കംപ്ലീറ്റ് ആക്കിയെന്ന് തന്നെ പറയാം. അപ്പോൾ പുതിയ ബുക്കൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഓരോരോ സബ്ജക്റ്റിൻ്റെ ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, അയ്യോ അമ്മ ഞാനിത് എങ്ങനെയാണ് പഠിക്കുക, കുറച്ച് ടഫാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടു നോക്കുമ്പോൾ അവൾക്ക് അത് ഭയങ്കര സന്തോഷം. വീണ്ടും വീണ്ടും അവൾ നോക്കിയ ഉടനെ ഓരോ പ്രോബ്ലംസിൻ്റെ ആൻസറൊക്കെ പറയുക. അത് നമ്മൾ മുൻപ് പറഞ്ഞു കൊടുത്ത കാരണമാണല്ലോ കുട്ടിക്ക് അതിനോടൊരു ഇഷ്ടവും അത് നോക്കാനുള്ള ഒരു ആഗ്രഹവും ഒക്കെ തോന്നിയത്. അപ്പം നമ്മൾ ആദ്യമേ സ്കൂൾ തുറക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഒന്ന് കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴും ആ ചാപ്റ്ററുകളൊക്കെ തുടങ്ങുമ്പോൾ ഒന്നുകൂടെ കുട്ടികൾക്ക് സന്തോഷമായിരിക്കും കേട്ടോ. കാരണം അവർ മുൻപേ അതൊന്ന് അറിഞ്ഞു വെച്ച കാര്യമാണല്ലോ, അതുകൊണ്ട്. അപ്പം അങ്ങനെ ഇനി ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ബുക്കൊക്കെ പൊതിഞ്ഞ് അതിൽ പേരൊക്കെ എഴുതി നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് വെക്കുക. അതൊക്കെ എനിക്ക് ലച്ചുവിനേക്കാൾ എനിക്കാണ് കേട്ടോ ആഗ്രഹം ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കുക എന്നുള്ളത്. അത് മാത്രമല്ല ഈ ബുക്ക് കിട്ടിയ ഉടനെ ഞാൻ ഒരുപാട് സമയം ഇതിൻ്റെ പേജുകളൊക്കെ ഉണ്ടല്ലോ, ഈ പേജുകളിലൊക്കെ മണം ഇങ്ങനെ ആസ്വദിച്ചു കിട്ടുക. കാരണം ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾക്ക് സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഈ പുസ്തകത്തിൻ്റെ അതിൻ്റെ ഒന്നും എന്താ പറയുക ഒരു വാല്യൂ നമ്മൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പഠിക്കുക ഇങ്ങനെ പോവുക അത്രയേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ആ ഒരു നമ്മൾ ആ പഠിച്ചിരുന്ന ആ കാലഘട്ടം അതൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നത്. അപ്പം ഇനി എന്തായാലും നമുക്ക് കഴിഞ്ഞു. നമ്മളിനി അതോർത്ത് വിഷമിച്ചിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മുടെ മക്കളിലൂടെ നമ്മൾക്കത് ഒന്നുകൂടെ ഒന്ന് ആസ്വദിക്കാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അങ്ങനെ. അപ്പോൾ എനിക്ക് ഈ പുതിയ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പഴക്കം ചെന്ന ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മണം ഉണ്ടല്ലോ, പഴയ പുസ്തകങ്ങളുടെ മണം. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ ഇങ്ങനെ വായിക്കുന്നതിന് മുൻപ് ആ പുസ്തകങ്ങളുടെ ഓരോ പേജിൻ്റെ മണം ഞാനിങ്ങനെ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലച്ചും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോറ് കറി അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഈവനിങ്ങിൽ കുറച്ചുകൂടെ പണികളൊക്കെ എടുക്കേണ്ട. എല്ലാ പണികളും കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല. കാരണം ഇപ്പം ഞാനും കുറച്ച് ലേറ്റായിട്ടാണ് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. കാരണം ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് പെട്ടെന്ന് പണി തീർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതല്ല, വേഗം പണികൾ തീർത്താൽ നമുക്ക് അത്രയും സമയം ഫ്രീ ആയിട്ടിരിക്കുക. പക്ഷെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാനും ഒന്നും സ്ലോയിലാണ് പണികളൊക്കെ ചെയ്യാറ്. അപ്പോൾ കുറച്ചുകൂടെ പണികൾ നമുക്ക് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പുസ്തകം ഒന്ന് ചട്ടിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ചട്ടിടാൻ വേണ്ടിയിട്ട് ബ്രൗൺ പേപ്പർ, അതായത് ഈ പൊതിയുന്ന പേപ്പർ ഉണ്ടല്ലോ, ഇത് ഞാൻ വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ കുറച്ച് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് അങ്ങ് പറ്റുന്ന അത്രയും അങ്ങോട്ട് പൊതിഞ്ഞ് വെക്കാം. ഇനി നോട്ട് ബുക്ക്, ബാഗ്, അതിലേക്കുള്ള സാധനങ്ങൾ അതൊക്കെ വാങ്ങിക്കാണ്ട്. ബാഗ് ഞങ്ങൾ ഒരു പക്ഷേ ഇത്തവണ വാങ്ങിക്കാൻ ചാൻസ്
അറിയില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബാഗിന് ഒട്ടും ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാൻ ലച്ചുനോട് പറഞ്ഞു അതന്നെ കൊണ്ടുപോ, എന്തിനാ പുതിയ ബാഗ് വാങ്ങിക്കുന്നത്. പക്ഷെ അവൾക്ക് ബാഗ് വാങ്ങിക്കണമെന്നുണ്ട്. ഇനി ചിലപ്പോൾ വാങ്ങിക്കും, അങ്ങനെ ഉറപ്പൊന്നും ആയിട്ടില്ല. അപ്പൊ ഇനി നോട്ട് ബുക്കൊക്കെ വാങ്ങിക്കണം. അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ലച്ചുനോട് നോട്ട് ബുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു വേണ്ട, നോട്ട് ബുക്ക് വാങ്ങിക്കണ്ട. നോട്ട് ബുക്ക് കൂടെ വാങ്ങിച്ച് സ്കൂൾ, അപ്പൊ അവള് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ബുക്ക് വാങ്ങി കഴിഞ്ഞ് അപ്പൊ സ്കൂൾ തുറക്കാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടെ ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടും. അപ്പൊ സ്കൂൾ തുറക്കണതിന്റെ 2 ദിവസം മുൻപായിട്ട് എനിക്ക് നോട്ട് ബുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതി, അപ്പോഴാണ് അതിനൊരു പുതുമ ഉള്ളൂ എന്നാണ് അവള് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പോഴത്തിന് നോട്ട് ബുക്കൊക്കെ വാങ്ങിച്ചാൽ മതി. എന്തായാലും ഇതൊന്ന് പൊതിഞ്ഞു വെക്കട്ടെ. ഇതുകൊണ്ടൊക്കെ പൊതിഞ്ഞു കൊടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് ന്യൂസ് പേപ്പർ ഒന്നും എത്തുന്നില്ല. ഇവിടെ ഇപ്പൊ ന്യൂസ് പേപ്പർ ഉണ്ട്, കുട്ടികൾക്ക് പൊതിയാൻ ഇതുപോലെ പൊതിയുന്ന പേപ്പറൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ന്യൂസ് പേപ്പർ ഇല്ല. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകും, ചേച്ചി കുറച്ച് ന്യൂസ് പേപ്പർ തരുമോ, പുസ്തകം ചട്ടിടാൻ അല്ലെങ്കിൽ പുസ്തകം പൊതിയാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ തരുമായിരിക്കും. അപ്പൊ ആ ചേച്ചി ന്യൂസ് പേപ്പർ തരൂട്ടെ, ന്യൂസ് പേപ്പർ തന്ന് അതേറ്റ് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പുസ്തകം ചട്ടിടാൻ വേണ്ടിയിട്ട് പോവുമല്ലേ, ചട്ടിടുക എന്നാട്ട ഞങ്ങളുടെ അവിടെ പറയുക. അതാണ് എനിക്ക് എപ്പോഴും അതിങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പഴയ കലണ്ടറൊക്കെ ഉണ്ടാവില്ലേ, ഇതിപ്പോ ഈ വർഷമാണ്, കഴിഞ്ഞ വർഷത്തെ കലണ്ടറൊക്കെ എടുത്ത് വെക്കും ഇങ്ങനെ പൊതിയാൻ വേണ്ടിയിട്ടൊക്കെ. അന്ന് ഞാനിപ്പോഴും ആലോചിക്കും, ഞാനിത് മോൾക്ക് ഇത് പൊതിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ന്യൂസ് പേപ്പർ വാങ്ങി വരുമ്പോൾ ഉള്ള സന്തോഷം എന്താ പറയാ. ചിലപ്പോ അന്നൊന്നും ഇങ്ങനെ ന്യൂസ് പേപ്പർ ഇതുപോലെ ഇങ്ങനെ വാരി വെതറി അങ്ങനെ കൊടുക്കൊന്നുമില്ലല്ലോ. കാരണം എന്തിനും നമുക്ക് അന്നൊരു പിശുക്ക് ഉണ്ടാവുമല്ലോ അന്നത്തെ കാലത്ത്. അപ്പൊ ഒരു 2 ദിവസത്തെ ന്യൂസ് പേപ്പറൊക്കെ കിട്ടുള്ളൂ. അതന്നെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കലണ്ടർ കൊണ്ട് ചട്ടിടുക, ഇതിട്ടൊക്കെ ചട്ടിട്ട് ഈ പുസ്തകം പൊതിയുന്ന ബ്രൗൺ പേപ്പർ ഒക്കെ ഉണ്ടല്ലോ, ഇതിട്ടൊക്കെ ചട്ടിട്ട് വരുന്ന അവര് ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അവരുടെ ബുക്കൊക്കെ കാണുമ്പോഴൊക്കെ നമ്മളെപ്പോഴും ഈ ന്യൂസ് പേപ്പർ കൊണ്ടായിരുന്നു പൊതിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ആയപ്പോ ഈ A4 ഷീറ്റ് ഉണ്ടല്ലോ, ഈ A4 ഷീറ്റ് പാക്ക് ചെയ്ത് വരുന്നതിന്റെ കവർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ അത് അപ്പൊ അടുത്തുള്ള കടയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് പൊതിയും. അതും നല്ല ക്വാളിറ്റിയാണ്, ഒരുപാട് കാലം നിൽക്കും. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടൊക്കെ ഒരു 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴാണ് ഞാൻ ഇതുപോലെ പുസ്തകം പൊതിയുന്നതായിട്ടൊക്കെ ഞാൻ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ആ കാലഘട്ടം അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി, ഭയങ്കര രസമായിരുന്നു. നമ്മൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലോ. ഇന്നത്തെ കുട്ടികൾക്ക് അവർക്ക് പ്രത്യേകിച്ച് നല്ല നല്ല ഓർമ്മകൾ എന്തോ ഇല്ലായ്മയിലും നമുക്ക് നല്ല ഓർമ്മകളായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ പറഞ്ഞ് വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നില്ല, നമുക്ക് പുസ്തകം പൊതിയാം ആദ്യം. ഇപ്പോൾ പുസ്തകം പൊതിയാൻ വേണ്ടിയിട്ട് പല കളറിലും പല ഡിസൈനിലും ഉള്ള ഇതുപോലെ പൊതിയുന്ന പേപ്പറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുമല്ലേ. പക്ഷേ എനിക്കിപ്പോഴും ഈ ഒരു കളറിനോട് തന്നെയാണ് കേട്ടോ ഇഷ്ടമുള്ളത്. പിന്നെ ലച്ചുവിന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, ഏതായാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ബുക്കൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കും. അപ്പോൾ നെയിം സ്ലിപ്പൊന്നും ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ നോട്ട് ബുക്ക് വാങ്ങിക്കുമ്പോഴങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ നെയിം സ്ലിപ്പൊക്കെ നല്ല രസമാണല്ലേ. ഇപ്പോൾ കുട്ടികളുടെ ഫോട്ടോ തന്നെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ലച്ചുവിനോട് ഇങ്ങനെ പറയും, അമ്മ ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ബാലഭൂമി വീട്ടിലേക്ക് വരും, ബാലഭൂമി വരുത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കാറാകുമ്പോൾ അതിൻ്റെ നടുപേജിൽ നെയിം സ്ലിപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ അത് ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുത്ത് ഒട്ടിക്കുന്നതല്ല, നമ്മളതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറകിൽ വല്ല പശ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് വേണം നമ്മൾ ബുക്കിൻ്റെ മേലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ അതൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. അത് കട്ട് ചെയ്ത് അതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും, ഇങ്ങനെ ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ പുസ്തകത്തിൻ്റെ പേജിലൊക്കെ നമ്മളിങ്ങനെ നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പേര്, നെയിം, ക്ലാസ്, ഡിവിഷൻ അങ്ങനെയൊക്കെ എഴുതിയിട്ട് വല്ല ചിത്രമൊക്കെ എടുത്തൊക്കെ വരച്ച് പെയിൻറ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊക്കെ അയ്യേ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അവർക്കതൊക്കെ ഒരു പുച്ഛം. പക്ഷേ നമ്മൾക്കതൊക്കെ രസമായിരുന്നു അല്ലേ. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് വിചാരിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഐഡിയാസ് ഒന്നും വരുന്നില്ല, എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെയൊന്നും. അപ്പോൾ ഈ ബുക്ക് പൊതിയുന്ന പേപ്പർ കഴിഞ്ഞ വർഷം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുഴുവൻ ബുക്ക് പൊതിയാനുള്ള പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 6 ബുക്ക് പൊതിയാനുള്ള പേപ്പർ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി 4 പിന്നീട് പൊതിയാന്ന് വിചാരിച്ചു. കാരണം ഇനിയും ബുക്കൊക്കെ വാങ്ങിക്കാനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഷീറ്റൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ പൊതിയാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബുക്കൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പൊതിയുന്ന പേപ്പർ കുറച്ചുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബുക്ക് പൊതിയുന്ന പരിപാടി അങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ ഇനി ഈവനിങ്ങിന് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോകാം കേട്ടോ. കഴിഞ്ഞ ദിവസം കാടമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഇന്ന് ഈവനിങ് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. കാടമുട്ട മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടല്ലേ ഇതിൻ്റെ കാടമുട്ട കാണാൻ വേണ്ടിയിട്ട്. ലച്ചു ഇത് കണ്ടിട്ടില്ല കേട്ടോ. ലച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സംശയങ്ങളാവും. ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാൾക്ക് 3 എണ്ണം വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പം നമുക്കൊരു 9 എണ്ണം എടുക്കാം. അപ്പം ഇത്ര മാത്രമാണ് കേട്ടോ കാടമുട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ. എനിക്ക് ഈ മൺചട്ടികളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വിരുന്നുകാർ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ചട്ടിയാണിത്. എനിക്ക് പണ്ട് മുതലേ ഈ മൺചട്ടികളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം. അപ്പം ഞങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചട്ടി വെക്കുമല്ലോ, അപ്പോൾ അത് കാണുമ്പോൾ വാങ്ങിക്കും. ഇപ്പം ഇങ്ങനെ ഒരുപാട് ന്യൂസിലൊക്കെ ഇങ്ങനെ കാണാം, ഇങ്ങനെ വീഡിയോസിലൊക്കെ ഈ മൺചട്ടിയിൽ പാചകം ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പും കൂടെ ഇടാം, എന്നിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. നമുക്കത് പുഴുങ്ങാൻ വയ്ക്കാം. അതാകുമ്പോഴത്തേക്കും അതിലേക്കുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി. വെളുത്തുള്ളി ചുവന്നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശരിയാക്കി എടുക്കാം. പല ആളുകളും പല തരത്തിലൊക്കെ ഉണ്ടാക്കുക. ഞാനുണ്ടാക്കുക ഇങ്ങനെയാണ് കേട്ടോ. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുക്കും, എന്നിട്ട് അങ്ങനെ മസാല ഉണ്ടാക്കുക ചെയ്യാം. നമുക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാൻ വേറെ പച്ചമുളകോ ഇഞ്ചിയോ അതൊന്നും എടുക്കുന്നില്ല, വെറും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മാത്രമാണ് എടുക്കുന്നത്. വേറെ സവാള ഒക്കെ ഇട്ടിട്ടൊരു മസാല പോലെ ഉണ്ടാക്കുക, അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കാടമുട്ട പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ തോടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ സാധാരണ കോഴിമുട്ട പുഴുങ്ങിയിട്ട് തോട് കളയുമ്പോൾ അതിന് കുറച്ച് ബലം ഉണ്ടായിരിക്കും, സുഖമായിട്ട് കളഞ്ഞെടുക്കാം. പക്ഷേ ഈ കാടമുട്ടയുടെ തോട് കളയാൻ കുറച്ച് പാടല്ലേ, കാരണം വളരെ കുഞ്ഞു മുട്ടയാണ്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ തോട് വളരെ നൈസാണ്, അപ്പോൾ അത് കളഞ്ഞെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാത്തിൻ്റെയും തോടൊന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുള്ള കാടമുട്ട ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്തിട്ട് വരുമ്പോൾ അതിലേക്ക് ഉപ്പ്, വേപ്പില, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മൂത്തിട്ട് വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ലച്ചുവിന് കൊടുക്കുന്നത്. തയ്യൽ മെഷീൻ കേടായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താ വെച്ചെങ്കിൽ അതിൻ്റെ അടിയിൽ സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ, അടിനൂല്, അതിങ്ങനെ കട്ട് കുത്തിയിട്ട് വരിക, തീരെ അങ്ങ് ശരിയാവണില്ല. അപ്പം ഞാൻ കുറേ ദിവസമായി ഇതൊന്ന് കൊണ്ടുപോയി ശരിയാക്കിയിട്ട് കൊണ്ടുവരുമെന്നൊക്കെ ചോദിക്കും, പക്ഷേ അത് ശരിയാക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ നമ്മുടെ ബോബിന് കേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കേസ് ഒന്ന് വേറെ പുതിയത് വാങ്ങിച്ച് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റിച്ചിങ് കറക്റ്റായിട്ടോ. അപ്പോൾ എനിക്ക് തോന്നി സർവീസിന് കൊണ്ടുപോകാൻ ഞാൻ നന്നായില്ലെങ്കിൽ അത്രയും കാശ് കൊടുക്കേണ്ടി വന്നിരുന്നില്ലേ. അപ്പോൾ ഇത് ആ കേസ് അങ്ങ് മാറ്റി വെക്കുമ്പോൾ സ്റ്റിച്ചിങ് കറക്റ്റായിട്ടോ. അപ്പോൾ ഇത് മെഷീൻ ഇങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് തന്നെ തയ്ക്കാനുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ചുരിദാറാട്ടോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ട് കേട്ടോ, നല്ല ഇരുട്ട് പിടിച്ചു തുടങ്ങി മഴക്കാറ്. അപ്പോൾ ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങ് നീക്കുക വിചാരിച്ചു. കാരണം ഞാൻ ഈ വർക്ക് ഏരിയയിലാണ് തയ്യൽ മെഷീൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടുവെച്ചാൽ ചെറിയ ചിതൽ വരും. അപ്പോൾ ഞാൻ തയ്ക്കൽ കഴിഞ്ഞാൽ മെഷീൻ അങ്ങ് മൂടിയിട്ടിട്ടാണ് പോവുക. പിന്നെ ഞാൻ നല്ല വേനലിലൊക്കെ ഇവിടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു വെളിച്ചവും കാറ്റൊക്കെ ഉണ്ടാവും, അതാണ് ഞാൻ ഇവിടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യൽ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇതിൽ എന്തോ അത്ര ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് കാണാൻ നല്ല രസമുള്ളൊരു ചുരിദാറാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.